അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു. നീ പക്ഷെ കൂടെ കൊണ്ടുവന്നുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ പത്തിന്റെ വലിപ്പം കണ്ടുള്ള ധൈര്യം കാണിച്ച് മുന്നോട്ട് താ. ഇതിനപ്പുറം കടന്നാൽ മമ്പറ ആലിക്കൽ സാഹിബിന്റെ മൂത്ത മോൻ ബാവയ്ക്ക് അനിയന്റെ കവർ നിർത്തി കുഴി മറ്റൊന്ന് വെക്കേണ്ടി വരും. കാലി പിടിക്കാൻ കുഴിയവന്റെ മൂർത്താവിൽ തുമ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ടിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. വള്ളോപുരം കടന്നു മുക്കിയാൽ കഴിക്കുന്ന തലമുടിയിൽ മാധവനുണ്ടി അത് തെക്കന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. അത് ചെറിയൊരു ഗെയിം പ്ലേ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു കിഡിലെ ഫോർമേഷനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ 2018 എല്ലാ കളിച്ചവർക്കൊക്കെ അറിയാമായിരിക്കും, പെക്കർമാൻ എന്ന് പറഞ്ഞൊരു മാനേജറിൻ്റെ. അപ്പോൾ 3 സെൻറ്റർ ഫോർവേഡുള്ള ഫോർമേഷനാണ്. ഏകദേശം അതേ സെയിം ഇത് എഫക്റ്റൊക്കെയുള്ള ഒരു മാനേജർ ഒരു ഫോർമേഷനാണിത്. ഇതിലും അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഏകദേശം നല്ല രീതിയിൽ ഡിഫൻസും കാര്യങ്ങളും, അതുപോലെ തന്നെ ഒഫൻസിൽ പടാന്ന് പറഞ്ഞിട്ട് നമുക്ക് അടിച്ച് കയറ്റാൻ പറ്റുന്നൊരു ഫോർമേഷനാണ്. കളിച്ചതിൽ വെച്ചിട്ട് ഇതുവരെ കളിച്ചത് വെച്ചിട്ട് ഏറ്റവും അടിപൊളി ഫോർമേഷൻ ഇതാണ്. ഫോർമേഷൻ 3 CF എന്ന് പറയുമ്പോൾ സെൻട്രൽ സെക്കൻഡ് സ്ട്രൈക്കർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ. അപ്പോൾ നമ്മുടെ ചാനൽ ഇത് സബ് ചെയ്യാത്തവരുണ്ട്, മാക്സിമം സബ് ചെയ്യുക. നമുക്ക് നെയ്മറിനെ SS ആക്കിയിട്ടിടാം, ക്രിസ്ത്യാനോ ഒപ്പം ഓപ്പൺ ടീം നോക്കാം. ഇതെന്താ കുത്തബ് മിനാറോ? അപ്പോൾ ഗൈസ്, നമ്മളെ 18K സബ്സ്ക്രൈബേഴ്സുള്ള ചാനൽ നമ്മളെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അതാണ് നമ്മൾ വീണ്ടും തുടങ്ങിയേക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പ്രതീക്ഷിക്കുവാണ്. മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ മാക്സിമം വീഡിയോ ഫസ്റ്റ് വന്ന് കാണുന്നവർ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയുടെ റീച്ചും കാര്യങ്ങളും കുറച്ച് കൂടുന്നതായിരിക്കും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഗെയിം പ്ലേയിലോട്ട് പോവുകയാണ്. നമ്മൾ ഇതിപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഓപ്പണൻറ്റിൻ്റെ കിക്ക് ഓഫ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. എന്താ കേസ് വരാത്ത? ഓക്കെ, ലാഗ് ഉണ്ട്. ഓക്കെ വന്നിട്ടുണ്ട്. ഓപ്പണൻറ്റിൻ്റെ കിക്ക് ഓഫാണ്. ക്രിസ്ത്യാനോ ടു ഗുണ്ടോഗാൻ ഫസ്റ്റ് ടൈം ഒരു തൂക്കിയാറാണ്. ഇപ്പോഴും തൂക്കിയാറൊക്കെ ഉണ്ടല്ലേ ഗൈസ്. ഇപ്പോൾ ക്യാമ്പലിന് ഡിഫെൻഡ് ചെയ്യാണ്. കഫു ടു വിയറയുടെ നല്ലൊരു മിസ് പാസ്. റോഡ്രി ഓക്കെ, റോഡ്രിയുടെ മിസ് പാസ്സാണ്, അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല. വിയറ ടു മെസ്സി ടു റോഡ്രിഗോ ടു വിയറ, ക്രിസ്ത്യാനോ ടു റോഡ്രിഗോ, നെയ്മർ. സ്കില്ലിടാൻ നോക്കിയതാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് റാഞ്ചി, അപ്പോൾ വീണ്ടും നെയ്മറിനെ റാഞ്ചിയാണ്. നമുക്ക് കുറച്ച് സ്കില്ലിട്ട് നോക്കാം. ഒരാവശ്യം ഉണ്ടായില്ല. ഓക്കെ, നെയ്മർ വീണ്ടും തിരിച്ചെടുത്തിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ നല്ല ഷോട്ട്, ഫസ്റ്റ് ടൈം ഗോളാണ്. ഒരു മാർഷൽ ടേൺ ഇട്ട് ഗോൾ അടിക്കാൻ, മാർഷൽ ടേൺ അല്ല, ഒരു റോൾ ഓവർ ഇട്ട് ഗോൾ അടിക്കാനുള്ള പ്ലാനായിരുന്നു. അത് ചീറ്റിപ്പോയി എന്തായാലും. അപ്പോൾ നമ്മളതിനെ വീണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സെയിം ട്രിക്കാണ് ഗൈസ്. റൊണാൾഡോനെ തലക്കൊണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. അതെന്തായാലും കലക്കി. ഓക്കെ, പാട്രിക് വിയറ ടു നെയ്മർ ടു മെസ്സി, അഗെയിൻ നെയ്മർ, റോഡ്രിഗോ. നല്ലൊരു വൺ ടച്ചാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ. ഞാൻ ഉദ്ദേശിച്ച നെയ്മറിന് ഫസ്റ്റ് ടൈം ത്രൂ കൊടുക്കാനാണ്, പക്ഷേ പോയത് മെസ്സിയിലേക്കാണ്. അതാണ് അവിടെ പറ്റിപ്പോയത്. ഓക്കെ, കുഴപ്പമില്ല. ക്യാമ്പൽ നേരെ കഫുവിലേക്ക്. കഫു മിസ് പാസ്. ഓക്കെ, മെസ്സി വീണ്ടും പിടിച്ചെടുക്കുകയാണ്. കഫു ടു റോഡ്രിഗോ. ടേൺ എടുത്തിട്ട് ഫസ്റ്റ് ടൈം പാസ് കൊടുക്കണമായിരുന്നു, അതാ പറ്റിപ്പോയി. ഓക്കെ, നമുക്ക് ഡബിൾ ടച്ച് നടത്താം. ഡബിൾ ടച്ച് പക്കയായിട്ട് ആയിരുന്നു, പക്ഷേ ആൾ ബീറ്റണായില്ല. ഗുണ്ടോഗാൻ്റെ കാലിൻ്റെ ഇടക്കായിപ്പോയി ഗോള്. ഓക്കെ, വീണ്ടും ഓപ്പൺ ഡിഫൻസാണ് ഗുണ്ടോഗാൻ. ബെല്ലിംഗം ടു. ഓക്കെ, കിട്ടണില്ല. മൽദീനി നമ്മൾ നല്ലൊരു ഡിഫെൻഡിങ് ആണ്. മൽദീനി ടു. ഓക്കെ, ജോഹാൻ ക്രൈഫ്, നെയ്മർ ജിയ, ഒരു റോൾ ഓവർ. ഓക്കെ, അതും പക്കയായിട്ട് ആയിരുന്നു, പക്ഷേ നമുക്ക് ഡിഫൻഡറിനെ മൊത്തത്തിൽ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. വെച്ചാൽ 2 പ്ലെയറിനെ പ്രഷർ ചെയ്തുകൊണ്ടാണ് ഓപ്പണൻ്റ് വരുന്നത്. ഓക്കെ, ക്രൈഫിലേക്ക് നല്ലൊരു ത്രൂ ബോൾ. ജോഹാൻ ക്രൈഫ് നല്ല റൺ എടുത്തു. പാസും കൂടി പോയി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരുന്നു. ക്ലിയറൻസ് ആണ് ഓപ്പണൻറ്റിൻ്റെ. വിയറ ടു മെസ്സി. ഒരു ഫൗളാണ്. നമ്മളൊന്നും ചെയ്തില്ല. ഞാൻ ചിലപ്പോൾ അത് സ്കില്ലിട്ട് കളയായിരുന്നു. വെറുതെ അവൻ വന്ന് കയറി തന്നോട് ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, കൊസ്റ്റക്കൂട്ട എടുക്കുകയാണ്. ഓക്കെ, മെസ്സി. ഒരു ഡബിൾ ടച്ച് ഇട്ടിട്ട് നമുക്ക് നോക്കിയായിരുന്നില്ലേ. കഫു ടു റോഡ്രിഗോ ടു നെയ്മർ. ഒരു നല്ലൊരു റോള്. എല്ലാം സ്കില്ലൊക്കെ അത്യാവശ്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ നമുക്ക് പ്ലെയറിനെ കറക്റ്റായിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ടൈമിങ്ങിന് മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. കുറേ അല്ലേ കളിച്ചിട്ട് നമുക്ക് കളിച്ച് റെഡിയാക്കാൻ എന്തായാലും. ഓക്കെ, അപ്പോൾ നമ്മളെ പഴയ ചാനൽ ലിങ്ക് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി വെച്ച് നോക്കാണ്ട് പഴയ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഉള്ളവരാണെങ്കിൽ പുതിയ യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്
അതിൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ആ ചാനലിൽ സബ് ചെയ്യാൻ നിൽക്കേണ്ടത്, അതിപ്പോൾ എൻ്റെ ചാനലല്ല, അതെനിക്ക് സെയിൽ ചെയ്യേണ്ടി വന്നു. അതാണ് നമ്മൾ 18K സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലായിരുന്നു. അപ്പോൾ അത് പോയി, അത് നല്ല വിഷമമുണ്ട് എനിക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ നെയ്മർ ടു ക്രൈഫ് അഗൈൻ ത്രൂ ബോൾ ടു നെയ്മർ. ഞാൻ ക്രിസ്ത്യാനോ കൊടുത്ത് ഓക്കെ വീണ്ടും കിട്ടിയിട്ടുണ്ട്, ക്രിസ്ത്യാനോനെ എടുത്തു തന്നിട്ടുണ്ട്. ഓക്കെ, ക്രൈഫിൻ്റെ ഷോട്ട്. അപ്പോൾ ക്രൈഫിലൂടെ നമ്മൾ വീണ്ടും ലീഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ 2-1 എന്ന ഇതിലാണ് നിൽക്കണേ. ഈ ഫോർമേഷൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഗൈസ്, 2018 ഉണ്ടായിരുന്ന ഒരു മാനേജറാണ് പെക്കർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 സെൻറ്റർ ഫോർവേഡുള്ള ഫോർമേഷനാണ്. കിഡിലെ ഫോർമേഷനായിരുന്നു. കുറേ കാലം എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഫോർമേഷനായിരുന്നു. ഓക്കെ, നമുക്ക് റോൾ ഓവർ ആൻഡ് ഷോട്ട്. ഓക്കെ, ക്രിസ്ത്യാനോ അങ്ങനെ 3ാമത്തെ ഒരു ഗോള് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇതെന്താ പൈസ? ഓക്കെ, എന്താ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എന്താണെന്ന് പോലും അറിഞ്ഞത്. അപ്പോൾ നമ്മൾ പെക്കർമാൻ എന്നൊരു ഫോർമേഷനാണ്. അപ്പോൾ അത് കിഡിലൊരു ഫോർമേഷനാണ്, അറ്റാക്കിങ് ഡിഫൻസ് ഒരുപോലെ കിട്ടുന്ന ഒരു കിഡിലും ഫോർമേഷനായിരുന്നു. അപ്പോൾ അതേ സെയിം ഫോർമേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം 3 CF ഇല്ലേലും ഒരു സെക്കൻഡ് സ്ട്രൈക്ക് 2 സെൻറ്റർ ഫോർവേഡാണ്. അപ്പോൾ കിഡിലെ ഫോർമേഷൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് ഓപ്പണൻറ്റ് നിർത്തി പോയി തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ, തുരുതുരം നമുക്ക് ഗോൾ അടിക്കാൻ പറ്റുന്ന ഫോർമേഷനാണ്. ഇതായിരിക്കും അവസ്ഥ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ എന്തായാലും ഗോൾ അടിച്ച് കൂട്ടുമ്പോൾ ഓപ്പണൻറ്റ് എന്തായാലും ഫോർഫിറ്റ് അടിച്ച് പോകും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയുള്ള വീഡിയോ മാനേജർ മാക്സിമം യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ് ചെയ്യാത്തവരോട് മാക്സിമം സബ് ചെയ്യുക. അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.